ഹായ് ഗർ ഡയറക്റ്റഡ് ബൈ JK എസ്ര മൂവിയുടെ ഒക്കെ ഡയറക്ടറാണ് ഇദ്ദേഹം. അപ്പോൾ ഈ ഒരു പേര് കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് കയറിയത്. റിട്ടേൺ ഡയറക്റ്റഡ് ബൈ JK ആണ്. പ്രത്യേകിച്ച് ഒരു രസമില്ലാത്ത ഇക്ലിയിട്ടാൽ പോലും ചിരി വരാത്ത ഒരു ദയനീയമായിട്ടുള്ളൊരു സിനിമ. അത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് സിനിമ കാണുമ്പോൾ തോന്നിയത്. നമ്മൾ ഈ 80s 90s കണ്ടിട്ടുള്ള ഒരു ബിലോ ആവറേജ് നിലവാരമുള്ള മലയാള സിനിമയില്ലേ, മലയാളം കോമഡി പടങ്ങൾ ഉണ്ടാവുമല്ലോ, അത്ര പോലും നിലവാരമില്ലാത്തൊരു സിനിമയായിരുന്നു ഇത്. ദയനീയം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. സിനിമയിലേക്ക് വരികയാണെങ്കിൽ കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട്, നമ്മുടെ മഞ്ജു പിള്ളൈ, അതുപോലെ തന്നെ അലൻസിയർ, പിന്നെ CBK തോമസ്, അതായത് പോലീസുകാരൻ, പിന്നെ അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെയൊക്കെ തമാശകളൊക്കെ കണ്ടിട്ട് നമ്മളൊരു കാലത്ത് ചിരിച്ച് മറിഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള റോളുകൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഈ സിനിമയിൽ കോമഡി റോളാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം കോമഡി ചെയ്യാനായിട്ട് ഇത്രയധികം സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കോമഡിക്ക് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പെട്ട് കോമഡി അഭിനയിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കണ്ടിരിക്കുക എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ഏകദേശ രൂപം ഈ സിനിമയുടെ ടീസർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടിയിട്ടുണ്ടാകും. അതായത് ഒരു മൃഗശാലയിലെ സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് ഒരാളിങ്ങനെ ഇടിച്ചു കയറി വരുന്നു, പിന്നെ അവിടെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ വൈസ് കോമഡിയാണ്, അതൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. എന്തോ ഭാഗ്യത്തിന് ഈ പടം 2 മണിക്കൂറല്ലോ കേട്ടോ, അധികം അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടാക്കില്ല. 2 മണിക്കൂർ തന്നെ തീർന്നു. അതെന്നെ ഒരു വലിയ ഭാഗ്യം, പെട്ടെന്ന് തീർന്നല്ലോ. അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടർ, അതായത് റെജിമോൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതാണ് കുഞ്ചാക്കോവൻ ചെയ്യുന്നത്. ഇയാളാണ് ഈ സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് കയറി വരുന്നത്. പിന്നെ അയാളുടെ ഒരു ലവ് സ്റ്റോറി, പിന്നെ പെണ്ണിൻ്റെ അച്ഛൻ്റെ റിവെഞ്ച്. അച്ഛനാണല്ലോ എപ്പോഴും വില്ലൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടുവരാറുള്ള ഒരു സ്ഥിരം പാറ്റേണിൽ തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. രാജേഷ് മാധവൻ, അദ്ദേഹവും ഒരു ഫ്രണ്ടിൻ്റെ റോളിൽ കുഞ്ചാക്കോവൻ്റെ ഫ്രണ്ടായിട്ടാണ് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തമാശകളും എനിക്ക് അത്ര വലിയ രസമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. നമ്മളൊരു കോമഡി സിനിമ കാണുന്ന സമയത്ത് ആ തിയേറ്ററിലുള്ള എല്ലാ ഓഡിയൻസും ഒരുമിച്ച് ചിരിക്കുന്ന, ഏറ്റവും ചുരുങ്ങിയത് ഒരു സീനെങ്കിലും വേണ്ടേ. ഇത് തിയേറ്ററിൻ്റെ ഓരോ മൂലയ്ക്കുന്ന ചില ആൾക്കാർ കഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. ചില സീനിലൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ചിരിക്കേണ്ടി വരും. അതിൽ ആ മയക്കുടിക്കുന്ന സീനിലൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ചിരിക്കേണ്ടി വരും. അതൊക്കെ ഉള്ളൂ ആ സിനിമയിൽ ചിരിക്കാനുള്ളത്. പിന്നെ സിനിമയുടെ അവസാനം ഈ ഫെയർവെല്ലിനൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ഒരു പാട്ടും ഡാൻസും കയറി വരുന്നുണ്ട്. ആ പാട്ടോടുകൂടി തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവിടെയും തീരുന്നില്ല. പിന്നെ 1-2 സീനൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി തള്ളി നീക്കുന്നുണ്ട് ആ സിനിമ. അവസാനം ഒരു സെൽഫി എടുത്തിട്ട്, സെൽഫിയാണ് വലിയ കോമഡി. സിനിമയുടെ സ്റ്റാർട്ടിങ് സമയത്ത് കുഞ്ചാക്കോവൻ്റെ ക്യാരക്ടർ റെജിമോൻ നിലത്ത് എറിഞ്ഞ് പൊളിച്ച അതേ ഫോണിൽ തന്നെ സെൽഫി എടുത്തുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. രമേഷ് പിഷാരടി ഒരു ചാനൽ റിപ്പോർട്ടറുടെ റോളിൽ അഭിനയിക്കുന്നുണ്ട്. അതൊക്കെ അഭിനയം തന്നെയായിരുന്നു. നമുക്ക് അത്ര ഒരു ജെന്യുവനായിട്ട് ഫീൽ ചെയ്യില്ല. നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു ഇതുപോലും വരില്ല. എന്തോ അഭിനയിക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. പിന്നെ പറയുകയാണെങ്കിൽ ഈ സിംഹമാണല്ലോ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രം. ദർശൻ എന്ന മറ്റാണ് ഈ സിംഹത്തിൻ്റെ പേര്, സിനിമയിലെ പേര്. അപ്പോൾ VFX വർക്കുകളൊക്കെ ചില ഭാഗത്ത് കുഴപ്പമില്ല, ചില ഭാഗത്ത് ദയനീയമായിരുന്നു. പ്രത്യേകിച്ച് ആ വെള്ളം അല്ലെങ്കിൽ അടിച്ചിടുന്ന സീനിലൊക്കെ നമുക്കത് മനസ്സിലാവും. പെട്ടെന്ന് കുറച്ചുകൂടി നിലവാരമുള്ള VFX വർക്കുകൾ ചെയ്യാമായിരുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും ഒരുവിധം നല്ല സിനിമകൾ, ഇപ്പോൾ ഹോളിവുഡിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് ഭാഷകളിലാണെങ്കിലും ഒക്കെ വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സിനിമകൾ കാണുന്നതാണ്. അപ്പോൾ അത് നമ്മൾ മലയാളത്തിലൊക്കെ കാണുന്ന സമയത്ത് കുറച്ചെങ്കിലും നിലവാരമുണ്ടെങ്കിൽ നമുക്ക് സഹിച്ചിരിക്കാൻ വേണ്ടി പറ്റും. അതായത് ഇത്രയും വീക്കറായിട്ടുള്ള സ്റ്റോറിയാണ്, അതിൻ്റെ കൂടെ ഈ VFXൽ ഈ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വല്ലാണ്ട് ബോറടിച്ചു പോകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2 മണിക്കൂറേ ഉള്ളൂ സിനിമയുടെ ഡ്യൂറേഷൻ. അത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് പോയി കാണാം. എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഇങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾക്ക് ചിലപ്പോൾ ചിരിയൊക്കെ വരുമായിരിക്കാം. അല്ലെങ്കിൽ ഇക്ലിയിടാനായിട്ട് ആരെങ്കിലുമൊക്കെ കൊണ്ടുപോവുക, ഇക്ലിയിട്ട് ചിരിക്കുക. അപ്പോൾ ഇതാണ് ഗർ.